ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവാള, ഇടത്തര സവാള 2 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളിയും വൃത്തിയാക്കും കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യമേ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കിഴങ്ങും ക്യാരറ്റും സവോളയും ആ തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അധികം പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് രണ്ടും ആദ്യം നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നീട് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒരുപാട് കൂടി പോകരുത്. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പിൽ താഴെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വെച്ചൊരു 3-4 വിസിൽ അടിക്കണം കേട്ടോ. അപ്പോൾ ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും കിഴങ്ങ് വേവാനുള്ള സമയം. അപ്പോൾ എൻ്റെ ഈ കുക്കറിൽ ഒരു 4 വിസിലടിച്ചപ്പോഴത്തേക്കും എനിക്കിത് വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ ഇത് വിസിൽ വരട്ടെ. ഇപ്പോൾ ഒരു 4 വിസിൽ കഴിഞ്ഞ് തണ്ടേ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, അത് സാരമില്ല. പിന്നെ ഇത് മസാല തയ്യാറാക്കാനുള്ള പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരകം മസ്റ്റായിട്ട് ഇടണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇട്ടതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അധികം എരിവ് വേണ്ടല്ലോ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് വെള്ളമുണ്ട്, ഒന്ന് വറ്റി വരട്ടെ. 2-3 മിനിറ്റ് ഇങ്ങനെ തുറന്നിട്ട് വേവിക്കുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് ഒരു പിടി മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലിരുന്ന് തന്നെ കുറേ അങ്ങ് വറ്റിക്കോളും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കണം. ദോശ തയ്യാറാക്കാനുള്ള ദോശക്കല്ല് അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മാവ് ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് വലിയ ദോശക്കല്ലാണെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇത് അല്പം വലിയ ദോശക്കല്ല് തന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതാ നമുക്ക് കണ്ടാലറിയാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ല പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുത്ത് 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക്
അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കുക. അത് കണ്ടോ, അടിപൊളി മസാല ദോശ അങ്ങനെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്ത ദോശയും ഇതുപോലെ നമുക്ക് ഒഴിച്ച് നൈസായിട്ട് പരത്തിയെടുക്കാം. എനിക്ക് ആദ്യമൊക്കെ മസാല ദോശ ഉണ്ടാക്കുന്നത് വളരെ പാടായിരുന്നു കേട്ടോ. പിന്നീട് ഇതിൻ്റെ ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കുക. എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഈ ദോശയ്ക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നത് 2:1 എന്ന റേഷ്യോയിൽ പൊന്നിയരിയും ഉഴുന്നും കൂടെ എടുക്കും കേട്ടോ. അതായത് 2 കപ്പ് പൊന്നിയരിക്ക് 1 കപ്പ് ഉഴുന്ന് അങ്ങനെ എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കും കുതിർക്കാൻ നേരം. ഇതെല്ലാം കൂടെ കുതിർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. പൊന്നിയുടെ പച്ചരിയും എടുക്കാം, അത് ബോയിൽഡ് റൈസും എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. നല്ല അടിപൊളി ദോശ. ഈ മാവ് തന്നെയാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇഡ്ഡലി, ദോശ, നെയ് റോസ്റ്റ്, അതുപോലെ തന്നെ മസാല ദോശ, ഈ 4ഉം ഈ ഒരേ മാവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പൊന്നിയരി വാങ്ങിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, ടേസ്റ്റിയാണ്. എന്താ മണമെന്നറിയാമോ ഇത് ചുടുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഇനി ആരും പറയരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യും. ഓക്കെ, താങ്ക് യു.